രണ്ട് വിഷയവും ഉഡായിപ്പ് കൃഷ്ണഭക്തിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഒന്ന്, വളരെ സന്തോഷകരമായ ഒരു വാർത്ത. ഉഡായിപ്പ് കൃഷ്ണഭക്തിയുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം കൂടി ചേർന്ന് കോടതിയിലേക്ക് പോയിരുന്നു. ആ കോടതിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതി ഇന്നത്തേക്ക് കേസ് മാറ്റിവെച്ചിരുന്നു. ഇന്ന് ഈ ഉഡായിപ്പ് കൃഷ്ണഭക്തിയുടെ ഭക്തയ്ക്ക് കോടതിയിൽ ഹാജരാവാൻ, അതായത് അവർക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യാൻ ഹൈക്കോർട്ടിലേക്ക് റെപ്രസെന്റ് ചെയ്യാനായി അവര് വരണം എന്ന ആവശ്യം കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും അവർക്ക് അതിനുള്ള കത്ത് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ആ കാര്യം കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏതായാലും ആ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ദിവസം കഴിയുന്തോറും വരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത്, അത് കഴിഞ്ഞ കുറെ ദിവസമേ നമ്മുടെ കൃഷ്ണഭക്തയെ കാണാനില്ല, ഉഡായിപ്പ് കൃഷ്ണഭക്തയെ കാണാനില്ല. പക്ഷെ ഉഡായിപ്പ് കൃഷ്ണഭക്ത പതുങ്ങിയിരുന്നു കൊണ്ട് പലതരത്തിലുള്ള PR ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് തൽക്കാലത്തെ ഈ ജനരോഷമൊന്ന് അടങ്ങിയ ശേഷം ഒന്ന് പുറത്തേക്ക് ചാടാനുള്ള ഒരു മാർഗം നോക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പടിയായി ഒരു മലപ്പുറത്ത് എവിടെയുള്ള ഒരു ചെറിയ പയ്യൻ, ഒരു യൂട്യൂബറെ നമ്മൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈവ് കൊടുത്തിട്ടുള്ള എല്ലാവരെയും ഒരു ആക്ഷേപഹാസ്യ രൂപത്തിൽ കളിയാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ വീഡിയോ ഒരു വീഡിയോ, ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാറില്ലാത്ത ഒരാളാണ്. കാരണം ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടും മറ്റുള്ളവരുടെ വീഡിയോ എടുത്തുകൊണ്ടുപോയി അത്തരത്തിൽ അതിനെ പരിഹസിച്ചുകൊണ്ടും ഒക്കെ വാർത്ത ചെയ്യല്ല, അത്തരത്തിലുള്ള ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അയാൾക്ക് അയാളുടേതായ ഒരു കോണ്ടന്റുമില്ല, ഒരു സാധനവുമില്ല, ഒന്നുമില്ല. നോക്കുമ്പോൾ ഒരു കോണ്ടന്റ് പോലും അയാൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത ഒരു സാധനവുമില്ല. ആരെങ്കിലും പറയുന്ന എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയി അത് ചുമ്മാതിരുന്ന് അട്ടഹസിക്കുകയും ചിരിക്കുകയും ഒന്നും ഒരു കാശിനും കൊള്ളാത്ത ചില വീഡിയോസ് ചെയ്യുന്നു. അത് കേട്ട് ഏറ്റവും ലോക്കൽ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നു. അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. ഒരു വാക്കുപോലും അല്ലാതെ പറയാനും അറിയില്ല. ഇതിപ്പോ വീഡിയോ ചെയ്താണ് ഇടുന്ന, ലൈവ് അല്ല. അപ്പൊ വീഡിയോ ചെയ്തിടുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ത്രൂ ഔട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ലൈവ് വരട്ടെ, ലൈവ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ എങ്ങനെയാണ് സംസാരിക്കുന്നത്. സ്ത്രീകളെ ആക്ഷേപിക്കാനും, അതായത് 4 സ്ത്രീകളെയും ഒരു പുരുഷനെയുമാണ് ഞങ്ങൾ ഏറ്റവും ശക്തരായി വാർത്ത ചെയ്തിട്ടുള്ള 5 പേരെ ആണ് ആക്ഷേപിക്കാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത്. ഈ വിഷയങ്ങൾ, ഈ ഉഡായിപ്പ് കൃഷ്ണഭക്തിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയങ്ങൾ ഞാൻ കാര്യമാക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല, അയാൾ ഒന്നും അല്ലാത്തടത്തോളം കാലം ഞാനത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അയാൾ എന്തും ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല. കാരണം നമ്മളൊക്കെ സ്വന്തമായി, ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ തന്നെ ഞാൻ കൃത്യമായി കോടതിയിൽ നിന്ന് രേഖ സമാഹരിച്ചുകൊണ്ട് അത് പഠിച്ച് ഓരോ വിഷയവും വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ടാണ് ഞാൻ പൊതുജന സമൂഹത്തിലേക്ക് വരുന്ന ഏത് വിഷയത്തിലാണെങ്കിലും വളരെ വ്യക്തമായി അതിന്റെ ഏത് കാര്യം ചോദിച്ചാലും എനിക്ക് പറയാൻ അറിയുന്ന രീതിയിൽ വ്യക്തമായി പഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് വരുന്നത്, എന്തെങ്കിലും കാര്യം പറയാനായിട്ട് വരുന്നത്. ഇനി ചർച്ചയിലാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ ഇത്തരത്തിൽ ആരുടെയെങ്കിലും വായിൽ നിന്ന് പൊഴിയുന്നത് എടുത്തുകൊണ്ടുപോയി ആരെയെങ്കിലും കളിയാക്കിക്കൊണ്ട് ജീവിക്കുന്ന തരത്തിലുള്ള മാനസിക വൈകൃതത്തിന് ഉടമയല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്കത് വിഷയമല്ല. അയാൾ എന്തും ചെയ്തോട്ടെ, പ്രശ്നമല്ല. പക്ഷെ ഞാനത് പറഞ്ഞത്, അയാൾ പല ഘട്ടങ്ങളിലും അവിടെ ജസ്നറ്റ് ചേച്ചി എന്നവരെ ഉച്ചരിക്കുന്നതും പറയുന്നതും ഒക്കെ കേട്ടു. എന്നാൽ ബാക്കിയുള്ളവരെയൊക്കെ വളരെ മോശമായി സംസാരിക്കുന്ന അയാൾ ഈ ചേച്ചിയെ മാത്രം ചേച്ചി എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാളുടെ അന്നമായിരിക്കും അത്. ഇത്തരത്തിൽ കുറെ ആൾക്കാർ യൂട്യൂബ് നടത്തുന്നുണ്ട്, പണം വാങ്ങിച്ചുകൊണ്ടും ഇത്തരത്തിൽ പബ്ലിക് റിലേഷൻ ചെയ്തുകൊണ്ടൊക്കെ ജീവിക്കുന്ന അത്തരത്തിലൊരു ജീവിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോട്ടെ, ഇനി അടുത്ത കാര്യം പറയാനുള്ള, കഴിഞ്ഞ ദിവസം വളരെ ഗൗരവകരമായ ഒരു വാർത്ത വീണ്ടും കാണാനിടയായി. വാർത്ത ചെയ്തിരിക്കുന്നത് മനോരമയുടെ ഓൺലൈനാണ്. മനോരമയുടെ ഓൺലൈനിൽ ഈ ഉഡായിപ്പ് കൃഷ്ണഭക്ത പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അവർ നേരത്തെ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു യൂട്യൂബ് ചാനൽ, എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. ആ ചാനലിൽ കൊടുത്തിരുന്ന ഒരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട്, അത് അവരുടെ റെഗുലർ ചാനലാണ്, നമുക്കറിയാമല്ലോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവരുടെ ഇന്റർവ്യൂ എടുത്ത് ഗുരുവായൂർ വന്ന വിഷയം പോലും ഇവരിയ്ക്കുന്നതും നിൽക്കുന്നതും തറയിലിരിക്കുന്നതും നടന്നു പോകുന്നതും വഴക്കിടുന്നതും എല്ലാം അവരും ആ വഴക്കിട്ട വീഡിയോ തന്നെ അവരാണ് പുറത്തുവിട്ടത്. അവർ വിചാരിച്ചത് ഗുണകരമാകുമെന്ന് വിചാരിച്ച് വിട്ടതായിരിക്കും ഈ വീഡിയോ. കാരണം ഇവരുടെ ആണ്, ഇവർ പണം കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. ആ 2 മീഡിയ മാത്രമാണ് അന്നത്തെ ദിവസം ഗുരുവായൂരിലേക്ക് എത്തിച്ചേർന്നത്. അതിലൊന്നാണ് ഈ വെറൈറ്റി മീഡിയ. ഈ വെറൈറ്റി മീഡിയ നേരത്തെ കൊണ്ടുവന്ന ഒരു ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിൽ ഇവർ വ്യക്തമായി പറയുന്നു, കണ്ണനെ എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് ഹിന്ദുക്കളുടെ ഒരു ദൈവമാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ ആ സാധനം ഏതാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് അവരുടെ പരാമർശം.
ഈ പരാമർശം വെച്ചുകൊണ്ട് ഒരു ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊക്കെ വരുന്ന വീഡിയോസ് എടുത്തുകൊണ്ട് ചിലരൊക്കെ ഫാക്ട് ചെക്ക് നടത്താറുണ്ട് അത്തരത്തിലൊരു ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വിട്ട ഒരു വാർത്ത. ആ വാർത്തയിൽ ഈ മനോരമയുടെ ഓൺലൈൻ പറയുന്നത് ഇവർ ഒരു തരത്തിലുമുള്ള ഹൈന്ദവ വിശ്വാസത്തെ അല്ലെങ്കിൽ കൃഷ്ണനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടില്ല എന്നാണ്. അത് പറയാൻ മനോരമയ്ക്കും കണ്ടത്തിൽ ഫാമിലിക്കുമാണോ? ഇവിടുത്തെ ഹൈന്ദവരുടെ ദൈവങ്ങളെ ആക്ഷേപിക്കുമ്പോൾ സാധനം എന്ന് നമ്മൾ സാധാരണഗതിയിൽ മനുഷ്യരെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വാക്കുകളിലൊന്നാണ് സാധനം. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വന്നിരുന്ന് വർത്താനം പറഞ്ഞിട്ട് പോയി ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നമ്മളെ പറയുന്നത് ഈ സാധനം എവിടെ നിന്ന് വന്നു എന്നാണ്. അത് അധിക്ഷേപത്തിന് ഉപയോഗിക്കുന്ന വാചകം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു PT കുഞ്ഞുമുഹമ്മദിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു പാഠഭാഗത്തിൽ ഉള്ള ഒരു വാചകം എടുത്ത് അത് കൊണ്ടുപോയി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയാതെ ചെയ്തു പോയൊരു അബദ്ധത്തിന് ഇവിടെ എന്താണ് ജോസഫ് മാഷ് അനുഭവിക്കേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോ ആ സമയത്ത് മനോരമ എവിടെയായിരുന്നു? ഫാക്ട് ചെക്ക് അന്ന് എന്താണ് മനോരമ നടത്താതിരുന്നത്? ഇപ്പോ ഇതിന്റെ പിന്നിൽ ഇത്തരം ഒരു ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ ഈ വരുന്നതിന്റെ പിന്നിൽ കൃത്യമായ താല്പര്യങ്ങളുണ്ട്. അതൊരു പക്ഷേ മനോരമയുടെ താല്പര്യമാണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ ജോലി ചെയ്യുന്നവരുടെ താല്പര്യമായിരിക്കാം ഒരു പക്ഷെ. അല്ലെങ്കിൽ ഈ ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത് ഇപ്പൊ യൂട്യൂബിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഇത്തരത്തിൽ ട്രെയിനിങ് ലഭിക്കുന്നതും അത്തരത്തിൽ ട്രെയിനിങ്ങുമായി മുന്നോട്ട് പോകുന്നതും ഒക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരാണ് ഇത്തരത്തിലുള്ള ഫാക്ട് ചെക്കുകളും മറ്റും ഉള്ള കാര്യങ്ങളും ഒക്കെ ഇത്തരത്തിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അവരിൽ ആരെങ്കിലുമാണ്, ഞാൻ ആദ്യം മുതൽ തന്നെ പറയുന്നു, ഈ സ്ത്രീയുടെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഈ സ്ത്രീയോട് വളരെ കൃത്യമായി തന്നെ ഈ സ്ത്രീക്ക് എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇത്രയേറെ പ്രശ്നങ്ങളുള്ള സ്ത്രീയാണ് ഇവരെന്ന് ബോധ്യമായിട്ടും 18ഓളം കേസുകൾ ഇവർ നൽകി നാട്ടിലുള്ളവരെ മുഴുവൻ പറ്റിച്ച് ഇത്തരത്തിൽ കേസ് കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ബോധ്യമായിട്ടും ഇത്രയേറെ സമൂഹത്തിന്റെ മുന്നിൽ ഈ സ്ത്രീ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ പൊതുജനം കണ്ടിട്ടും ഇവരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ ആ വിഭാഗം എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അതിൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന കാര്യം വളരെ കൃത്യമായി തന്നെ ഇവരുടെ പിന്നിൽ കൃത്യമായ അജണ്ടയോടുകൂടി ഒരു കൂട്ടർ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് മനോരമ പോലുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, മനോരമ വെറും പൈങ്കിളിയാണ്, അത് വേറെ കാര്യം. പക്ഷെ എങ്കിൽ പോലും മനോരമ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും വൈഡ് സ്പ്രെഡായി വായിക്കപ്പെടുന്ന ഒരു ഓൺലൈനാണ്. അപ്പൊ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ മനോരമ പത്രത്തിന്റെ പണ്ടുണ്ടായിരുന്ന ഒരു വിശ്വാസ്യതയൊക്കെ കാത്തു സൂക്ഷിക്കുന്നതെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ ഇവരെങ്ങനെയാണ് ഈ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് എന്ന് മുതലാണ് മനോരമ ഈ വെറൈറ്റി മീഡിയ പോലുള്ള ഈ ഓൺലൈൻ എന്റർടൈൻമെന്റ് ചാനലുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളുടെ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് ഇതിൽ ഫാക്ട് ചെക്ക് ആരംഭിച്ചത് എന്ന് മുതലാണ്? അങ്ങനെയാണെങ്കിൽ മനോരമ ഒരു കാര്യം ചെയ്യൂ. റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം കൊടുത്തൊരു വാർത്തയുണ്ട്, കേരളത്തെ പിടിച്ചു കുലുക്കുന്ന വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട്. അതിന്റെ ഫാക്ട് ചെക്ക് അടുത്ത ആഴ്ച നടത്തണം. അത് ശരിയാണോ, ആ സംഭവം ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്തു നോക്കൂ. ആരാണ് ഇവിടുത്തെ ഈ ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ല എന്നും അല്ലെങ്കിൽ ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാനൊരു കമന്റ് വായിക്കാൻ പോയതാ. ശരി, അത് മറുപടി ഞാൻ പിന്നെ പറയാം. ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ല എന്നും അവർ കണ്ണനെ അപമാനിച്ചിട്ടില്ല എന്നും. കണ്ണനെ അപമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അയലോക്കത്തെ കണ്ണനെ ആയിരിക്കും അപമാനിക്കാത്തത്. ഏതായാലും ഒരു കാര്യം ഹിന്ദുവിന് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. അവർ പറഞ്ഞ വാചകം ഹിന്ദുക്കളുടെ ദൈവമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇതേതാ സാധനമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ ആ സാധനം എന്ന വാക്കു മാത്രം മതി അധിക്ഷേപത്തിന്. ഞങ്ങളൊക്കെ വളരെയേറെ ദൈവത്തെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ആരാധനാമൂർത്തിയെ അത്തരത്തിൽ അധിക്ഷേപിച്ചത് അധിക്ഷേപം തന്നെയാണ്. അതിൽ അധിക്ഷേപം നടന്നിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയുക? ഇനി ഓവറോൾ ആ ഇന്റർവ്യൂ എടുത്ത് കണ്ടാൽ അവർ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് പറയുന്നതാണെന്ന് വ്യക്തമല്ലേ? അവരുടെ മനസ്സിലിരിപ്പല്ലേ അതിൽ നിന്ന് പുറത്തു വന്ന ആ സെന്റൻസിൽ നിന്ന്? പിന്നെ എങ്ങനെയാണ് മനോരമയ്ക്ക് എന്താണ് ഇതിൽ താല്പര്യം? മനോരമ എങ്ങനെയാണ്, മനോരമയുടെ ഓൺലൈൻ എങ്ങനെയാണ് പറയുക ഇവിടെ ഹൈന്ദവ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടില്ല എന്നും ഇത്തരത്തിലൊന്നും നടന്നിട്ടില്ല എന്നും മനോരമയുടെ ഓൺലൈൻ എങ്ങനെ ഇത് കണ്ടെത്തി? അതിനുള്ള എന്ത് മാർഗമാണ് മനോരമയ്ക്കുള്ളത്? എന്ത് ഫാക്ട് ചെക്കാണ് നിങ്ങൾ ചെയ്തത്? മനോരമ നേരത്തെയും ഈ സ്ത്രീയുടെ പല വാർത്തകളും ഇവരുടെ എനിക്ക് തോന്നുന്നു പിറന്നാളുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിലുള്ള വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പൈങ്കിളികളെ പ്രോത്സാഹിപ്പിക്കുന്ന വാരികയും അതുപോലെ തന്നെ ഓൺലൈനും ഒക്കെയാണ്. അത് ഞങ്ങൾക്കറിയാം, അറിയാത്തതല്ല. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ ഒരു കൃത്യമായ വാർത്ത നൽകുമ്പോൾ ആ വാർത്ത പുറത്തു വരുമ്പോൾ അത് ഹൈന്ദവരുടെ വികാരങ്ങളെ കൂടി എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യത മനോരമയ്ക്കുണ്ട്. കാരണം മനോരമ എന്ന് പറയുന്ന പത്രം പണ്ട് ഉയർത്തിപ്പിടിച്ചിരുന്ന മാത്രമല്ല ചില ആശയങ്ങൾ അല്ലെങ്കിൽ ആ മനോരമ ഉണ്ടാക്കിയ ഒരു വിശ്വാസ്യതയൊക്കെ അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി തന്നെ മനോരമയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മനോരമയുടെ ഓൺലൈൻകാരോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഫാക്ട് ചെക്ക് നടത്തുന്നത്? ആരാണ് ഈ ഫാക്ട് ചെക്ക് നടത്തിയത്? ഇതിന്റെ പിന്നിൽ ഇവർ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്താനുള്ള നിങ്ങളുടെ മാനസിക വികാരം എന്തായിരുന്നു? ഇന്ന് വരെ
ഇത്തരത്തിലുള്ള വാർത്തകളല്ല. ഇത്തരത്തിലുള്ള വാർത്തകളെ ഏത് വാർത്തയാണ് ഇതിനു മുമ്പ് നിങ്ങൾ ഇത്തരത്തിലുള്ള ലോക്കൽ ഏത് വാർത്തയാണ് നിങ്ങൾ ഇത്തരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫാക്ട് ചെക്ക് നടത്തിയിട്ടുള്ളത്? ഈ വിഷയങ്ങൾ കൃത്യമായി പറയണം മനോരമ. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ഈ സ്ത്രീയുടെ പിറകിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോഴും അവർ എവിടെ ഒളിച്ചിരുന്നാലും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഒരു കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് അവരുടെ ഗുരുവായൂരിലേക്കുള്ള വരവ്. ആ വരവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്, ഇത് ഞങ്ങൾ അന്വേഷണ ഏജൻസിക്കും മറ്റും നൽകിയതാണ്, ഈ വിഷയങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ അന്വേഷണത്തിന്റെ ഘട്ടത്തിലുമാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില പബ്ലിക് റിലേഷനുമായി മനോരമ പോലുള്ള, ബാക്കി ആരെങ്കിലും പറഞ്ഞാൽ പൊക്കോട്ടെ എന്ന് വിചാരിക്കാം, പൊക്കോട്ടെ, നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷെ മനോരമ പോലുള്ള കാര്യങ്ങൾ, മനോരമ പോലുള്ള ഒരു പത്രം, മനോരമയാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് ആരോ ഒരാൾ ചോദിക്കുന്നു. ഏതായാലും ഹൈന്ദവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മനോരമയല്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ കോടതിയിലാണ്. ഇന്നവർക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്, ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഹൈന്ദവരുടെ വികാരങ്ങളും ഹൈന്ദവരുടെ വിശ്വാസവും അല്ലെങ്കിൽ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെയൊക്കെ അവസാന വാക്ക് മനോരമയല്ല. അത്തരത്തിലുള്ള ഫാക്ട് ചെക്ക് നടത്തിക്കൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും മാർഗവുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന കാലം വിദൂരമല്ല. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത്തരത്തിൽ എന്നും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ ഒരു മനോരമയും കണ്ടത്തിൽ ഫാമിലിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലും ആയിരുന്നു അത്തരത്തിൽ ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് അപമാനിച്ചതെങ്കിൽ നിങ്ങൾ എന്താകുമായിരുന്നു ചെയ്യുന്നത്? ഹൈന്ദവരുടെ വികാരങ്ങൾ, ഹൈന്ദവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അവർ ഏറ്റവും ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ. ആ ഗുരുവായൂരിലേക്ക് എത്തിയ അവിടെ ഇത്രയധികം പ്രശ്നം, ഈ വാർത്തയൊന്നും ഫാക്ട് ചെക്ക് മാത്രമേ മനോരമ നടത്തിയിട്ടുള്ളൂ. ഇവർ കാണിച്ചിട്ടുള്ള പേക്കൂത്ത്, അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ പ്രശ്നങ്ങൾ, അവർ കേക്ക് മുറിച്ചത്, അവർ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത്, ഇതൊന്നും മനോരമയ്ക്ക് പ്രശ്നമല്ല. അതൊന്നും മനോരമ ചെക്ക് ചെയ്തിട്ടില്ല. മനോരമ എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായ ഈ വഴക്കിനെ പറ്റി അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഉണ്ടായ പോർവിളിയെ പറ്റി എന്തുകൊണ്ടാണ് ഫാക്ട് ചെക്ക് നടത്താഞ്ഞത്? അപ്പോ ഇതിൽ കൃത്യമായ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ കൃത്യമായ രീതിയിലുള്ള പല മീഡിയാസും ഉണ്ട്. ഈ മീഡിയാസ് മാത്രമല്ല, ഇത് മാത്രമല്ല, നമുക്കറിയാം ഈ സ്ത്രീ ഇത്രയേറെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോഷ് ടോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോയി അവരുടെ കഥകൾ പറഞ്ഞു. പക്ഷേ ആ ജോഷ് ടോക്ക് അധികം കയറിയുമില്ല. അവിടെ മുഴുവൻ സാധാരണക്കാരായ ജനങ്ങൾ ചെന്ന് ഇവരുടെ സ്വഭാവം, അതായത് ജോഷ് ടോക്കിനോടുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ പിന്നിൽ വലിയ ഒരു കൂട്ടം ജനങ്ങളുണ്ട്, വലിയ ഒരു കൂട്ടം ആൾക്കാർ, അതൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ ഒപ്പം ഒരു അധ്യാപകൻ, ഇവരുടെ എന്നെയൊക്കെ വിളിച്ചിട്ടുള്ളത് ഒരു അധ്യാപകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അധ്യാപകൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ പ്രൊഫൈലിലും കയറി നടന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇങ്ങനെ ഇവർക്ക് വേണ്ടി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് വേറെ പണിയൊന്നുമില്ല. സ്കൂളിൽ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു ആക്ടിവിറ്റിയും ഇല്ലാത്ത അധ്യാപകനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അയാളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവർക്ക് വേണ്ടി ഇങ്ങനെ നടന്ന് മെസ്സേജ് അയച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്റെയൊക്കെ പ്രൊഫൈലിൽ വന്ന് വ്യാജ ഐഡിയിൽ വന്ന് പലവട്ടം അയാൾ മെസ്സേജ് അയച്ചു. ഇപ്പോൾ അത് കാണുന്നില്ല. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന ആളാണെന്ന് മനസ്സിലായ ശേഷം അയാളെ കാണുന്നില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ കേസുണ്ട്. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഏതായാലും മനോരമ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് വളരെ മോശകരമായ ഒരു നിലപാടാണ്. കേരളത്തിലെ ഹൈന്ദവ സമൂഹം, വിശ്വാസികളുടെ സമൂഹം, ഹൈന്ദവ സമൂഹം എന്ന് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, വിശ്വാസികളുടെ സമൂഹം, ഞങ്ങളെപ്പോലുള്ള ചില വിശ്വാസികൾ ഇവരുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത് വളരെ കൃത്യമായ ആരോപണമാണ്. ഞങ്ങളതൊരു വ്യാജ ആരോപണമോ അല്ലെങ്കിൽ അവരെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങളത് കോടതിയിലേക്ക് പോകുമായിരുന്നില്ല. ഏതാണ്ട് 18ഓളം കേസുകൾ വളരെ കൃത്യമായി തന്നെ ഞാൻ ആ കേസിന്റെ FIR ഡീറ്റെയിൽസ് അടക്കം എടുത്തുകൊണ്ട് കോടതിയിൽ നിന്ന് സർട്ടിഫൈഡ് രേഖകൾ സഹിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന, ഇങ്ങനെയാണ് ഇവർ, ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരിയാണ് ഇവർ, വരുന്നതും തട്ടിപ്പിനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞത് കോടതിയിൽ നിന്ന് സർട്ടിഫൈഡ് രേഖകളുമായി വന്നാണ്. അത്തരത്തിലുള്ള വാർത്തകളൊന്നും കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഏറ്റെടുക്കുകയോ അത്തരത്തിൽ സംസാരിക്കുകയോ ചെയ്യില്ല. ചില മാധ്യമങ്ങൾ പറയുന്നത് ആ ഭാഗം പഠിച്ചില്ല എന്നാണ്. ഒരു ഭാഗം മാത്രം കൊടുത്തുകൊണ്ട് അവരുടെ വെർഷൻ കൊടുക്കുന്ന ചില മാധ്യമങ്ങളുടെ വാദം മറുഭാഗം പഠിച്ചില്ല എന്നാണ്. ഏതായാലും ഈ വിഷയത്തിൽ മാത്രം മറുഭാഗം പഠിക്കാത്ത ചില മാധ്യമങ്ങളുണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ബാക്കി എല്ലാ വിഷയത്തിലും മറുഭാഗം പഠിക്കുന്ന ചില മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ മറുഭാഗം പഠിക്കുന്നില്ല. ഇത് ഞാൻ ചോദിച്ചല്ല കേട്ടോ, പലരും ചോദിച്ചവർ എന്നോട് വന്ന് വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞതാണ്. കേരളത്തിലെ ഹൈന്ദവരുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ടോടുകൂടി പോകുന്ന ഒരു ഓൺലൈനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഏതാണ് ഓൺലൈൻ ഞാൻ പറയുന്നില്ല. അത്തരത്തിലുള്ള ഓൺലൈൻ അടക്കമുള്ളവ ചില കാര്യങ്ങൾ ഇത്തരത്തിൽ വാർത്തകൾ നൽകിയപ്പോൾ, ഒരു വൺ സൈഡഡ് ആയി വാർത്ത നൽകിയപ്പോൾ അവരോട് നിങ്ങൾ ഈ വിഷയങ്ങളൊന്ന് പഠിച്ചുകൊണ്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചവരോട് അവർ പറഞ്ഞ മറുപടിയാണ്. ചിലർ വന്ന് എന്നോട് വളരെ സങ്കടത്തോടുകൂടി അവരിങ്ങനെ ചെയ്തല്ലോ, എന്താണ് അവരിങ്ങനെ ചെയ്യുന്നത്, ഞാൻ എനിക്കറിയില്ല, അത് അയാളോട് ചോദിക്കണം, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുകയായിരുന്നു. ഏതായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്,
വളരെ കൃത്യമായി ഇവരുടെ പിന്നിൽ മാധ്യമങ്ങളിലൂടെ തന്നെ ഇവരെ വീണ്ടും വെളുപ്പിച്ചെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ഇവർക്ക് അനുകൂലമായി വാർത്തകൾ നൽകുന്നത്. ഏതായാലും മനോരമയല്ല, കേരളത്തിലെ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ അപമാനിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അതോറിറ്റി കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും അവരുടെ ഫാമിലിയും അവരുടെ കുടുംബവും ഒന്നുമല്ല. അതാദ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഇനി അഥവാ നിങ്ങൾക്ക് അതിൽ അറിവില്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആരാണോ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയത്, അതും ഏതോ ഒരു ചാനൽ, ഈ വെറൈറ്റി മീഡിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരവധി ചാനലുകൾ ഇങ്ങനെ മുളച്ചു പൊന്തുന്നുണ്ട് അടുത്ത കാലങ്ങളിലായിട്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ. അത്തരത്തിലൊരു സർവൈവൽ പോലും കുറച്ചു ദിവസം ഈ ചാനലുകളൊക്കെ കാണാം. അത്തരത്തിലുള്ള ഒരു ചാനൽ കൊടുത്തൊരു വാർത്തയാണ് ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇവർ ഈ ഫാക്ട് ചെക്ക് നടത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതായാലും കോടതിയിലിരിക്കുന്ന വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുന്നില്ല. ഈ വിഷയം കോടതിയിലിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ വിഷയം സംസാരിക്കേണ്ട എന്ന് ഞാൻ പലവട്ടം വിചാരിച്ചതാണ്. പക്ഷെ അപ്പോഴാണ് ഓരോ രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. അത് സത്യത്തിൽ ഇത് അങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടില്ല എന്ന് പറയുന്ന എത്ര വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ ഒരൊറ്റ വീഡിയോ മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ വീഡിയോയിൽ തന്നെ കൃഷ്ണനെ സാധനം എന്ന് പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നിരവധി വീഡിയോകൾ അവർ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ശബരിമലയിലൊക്കെ ആചാരലംഘനം നടത്തിയതുപോലെ അത്തരത്തിലൊരു ആചാരലംഘനം ഇവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. അയാൾ വന്ന് പറയുന്നത് അവർ മുട്ടയില്ലാത്ത കേക്കാണ് ഉപയോഗിച്ചത്. അത് ഇയാൾക്ക് എങ്ങനെ അറിയാം മുട്ടയില്ലാത്ത കേക്കാണ് അവിടെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിന്റെ നടയിൽ കൊണ്ടുവന്ന് മുറിച്ചത് എന്നും അവിടെ വന്ന് വഴക്കുണ്ടാക്കിയതിനെ പറ്റി എന്താണ് പറയാത്തത്? അതും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അവിടെ വന്ന് അവർ വഴക്കുണ്ടാക്കി. അവർ ഒരാളെയും കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ വന്ന് ബഹളമുണ്ടാക്കി. നിരവധി സ്ത്രീകളെ അവർ ഈ മനഃപൂർവ്വമായി ഉണ്ടാക്കിയ പ്രശ്നമാണെന്ന് ഞാൻ പറയും. കാരണം എല്ലാ പ്രാവശ്യവും വരുമ്പോഴില്ലാത്തതുപോലെ നിരവധി സ്ത്രീകളെയും, അത് പ്രായമായ 60-ന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളെ 5ഓ 6ഓ സ്ത്രീകളെയും കൂട്ടിയാണ് അവർ അമ്പലത്തിലേക്ക് വന്നത്. എന്തിനാണ് അങ്ങനെ അവർ ക്ഷേത്രനടയിലേക്ക് വന്നത്? കൃത്യമായി തന്നെ അവിടെ വരികയും ഈ കമന്റ് ഇട്ട ആളെ അവർ കണ്ടെത്തുകയും കമന്റ് ഇട്ട ആളോട് ബഹളം വെക്കുകയും അമ്പലനടയിൽ കിടന്ന് അത്രയധികം പ്രശ്നം ഒരു ക്ഷേത്രത്തിന്റെ അവിടെ വന്ന് ഉണ്ടാക്കുകയും ചെയ്തു. അവർ പറയുന്നത് അവരുടെ അന്നമാണ് കണ്ണൻ എന്നാണ്. അത്തരമൊരു ക്ഷേത്രത്തിലാണോ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ അത്തരം ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നോ? ഒരു വിശ്വാസത്തിന്റെയും ഭാഗമല്ല അവർ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അവർക്ക് രണ്ട് തരത്തിലത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടണം. ഒന്ന്, അവർക്ക് വലിയ രീതിയിൽ പോപ്പുലാരിറ്റി ഉണ്ടാക്കാനും അവരുടെ ചിത്രങ്ങൾ വലിയ വിലയ്ക്ക് വിറ്റുപോകാനുമുള്ള ഒരു തന്ത്രം. അതിനുമപ്പുറം ഈ കൃഷ്ണന്റെ ചിത്രം തന്നെ വരച്ചത്, അതായത് ഗുരുവായൂരിലേക്ക് എത്താൻ കൃഷ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് അവർ ഗുരുവായൂർ അമ്പലനടയിൽ തന്നെ വന്ന് ചുറ്റിത്തിരിഞ്ഞ് നടന്നത്. ഗുരുവായൂർ ഹൈ സെക്യൂരിറ്റി സോണിലുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് വന്ന് അവിടെ ചുറ്റിത്തിരിഞ്ഞത് അത് സംശയകരമായ കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ അത് സംശയകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞ 5 ദിവസമാണ് എന്റെ പുറകെ ഒരാൾ വന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് അവർക്ക് വേണ്ടി. ഈ വാർത്ത പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 5 ദിവസം എന്റെ പിറകെ നടന്ന് ഒരാൾ സംസാരിക്കുന്നു. ഞാൻ അയാളുടെ ഐഡന്റിറ്റി ചോദിക്കുന്നു. ഐഡന്റിറ്റി ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെ വിഭാഗത്തിൽ തന്നെ പെട്ട ഒരാളാണ്. അവർക്കെന്താണ് ഗുരുവായൂർ കാര്യം? ഇനി ഇവർ ഭക്തയാണെന്നിരിക്കട്ടെ, ഇവരോടൊപ്പം എത്ര ഭക്തന്മാരുണ്ട്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർ അതുപോലെ തന്നെ വേറെ മറ്റൊരു കാര്യം കണ്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിലേക്ക് കൃഷ്ണവേഷം കെട്ടിയ ഒരാളെ കൊണ്ടുവന്നിട്ട് അവർ പരിചയപ്പെടുത്തുകയാണ്. ഇയാളുടെ പേര് ഇർഷാദ് എന്നാണ്. കൃഷ്ണവേഷം കെട്ടി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിൽ നടക്കുന്ന ഒരാളെ ഇർഷാദാണെന്ന് ഇവരെങ്ങനെ കണ്ടുപിടിച്ചു? അവിടെ കൃഷ്ണവേഷം കെട്ടിക്കൊണ്ട് നടന്ന ഒരാളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു ഈ സ്ത്രീ? അവിടെയാണ് എന്റെ സംശയം. അവർ പറയട്ടെ. അവിടെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ നിന്ന് പരിചയപ്പെട്ടതാണ്, ഇവിടെ ഞാനും അല്ലാതെ ഒരുപാട് മുസ്ലിങ്ങൾ വരുന്നുണ്ട്, ആ വന്നതിൽ ഒരാളാണ് ഈ ഇർഷാദ്, ഇർഷാദിനെ ഒന്ന് പരിചയപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇർഷാദ് അവിടെ ഒന്ന് ചിരിക്കുന്നു. പിന്നീട് പല വീഡിയോകളിലും ഇവരോടൊപ്പം ഇർഷാദ് വരുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു സ്ത്രീ അവിടേക്ക് വരുന്നു, മതം മാറിപ്പോയ സ്ത്രീ അവിടെ വന്നിട്ട് കണ്ണീരിൽ കുതിർന്ന കഥ പറയുന്നു. അവരുടെ ഭർത്താവാണെന്ന് തോന്നുന്നു പറഞ്ഞു കൊടുക്കുന്ന കണ്ണീരിൽ കുതിർന്ന കഥയാണോ എന്ന് പറയുന്നു. നിങ്ങൾ മറ്റൊരു വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ ഈ കണ്ണീരിൽ കുതിർന്ന കഥ പറയാൻ വേണ്ടി പിന്നെന്തിനാണ് വരുന്നത് ക്ഷേത്രനടയിലേക്ക്? യഥാർത്ഥത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സുരക്ഷ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതീവ ഗുരുതരമായ കാര്യങ്ങളിലേക്കാണോ പൊക്കോണ്ടിരിക്കുന്നതെന്ന സംശയമുണ്ട്. കാരണം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇവരുടെ പിറകിലുള്ള ചിലരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് കോടതിയിലേക്കും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളുടെ മുന്നിലുമൊക്കെ ഈ വിവരം എത്തിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് ഇനി മനോരമ കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോളൂ. ഇത് കോടതിയിൽ നടക്കുന്ന കേസാണ്. മനോരമയുടെ ഓൺലൈൻ വേണമെങ്കിൽ അന്വേഷിക്കാം. ഇത് കോടതിയിൽ എത്തിയിട്ടുണ്ട് ഈ കേസ്. ഈ ഒരു വീഡിയോ മാത്രമല്ല, നിരവധി വീഡിയോകൾ ഇവരുമായി ബന്ധപ്പെട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. അല്ലാതെ ഒരു വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് അവർ അങ്ങനെ കണ്ണനെ ആക്ഷേപിച്ചിട്ടില്ല എന്ന് പറയാനുള്ള അധികാരം മനോരമയ്ക്ക് ആരും നൽകിയിട്ടില്ല. അത്തരം പ്രവൃത്തികളുമായി ഒരു കാരണവശാലും മനോരമ വരരുത്. ഒരു വാർത്തയാണ് നിങ്ങൾ നൽകുന്നത്. നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ ഇല്ലാതാക്കരുത്. നിങ്ങൾ പറയുന്നത് ഒരു പക്ഷേ ജനങ്ങൾ വിശ്വസിച്ചേക്കാം. കാരണം ആ മനോരമ പോലുള്ള ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ മനോരമ പുലർത്തിയ ചില കാര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആദ്യഘട്ടം മുതൽ ഈ മനോരമയ്ക്ക് ഉണ്ടായിരുന്ന ഒരു അക്സെപ്റ്റൻസ് കൊണ്ട് ഒരു പക്ഷേ മനോരമ പറയുന്ന ചില കാര്യങ്ങളെങ്കിലും ജനങ്ങൾ വിശ്വസിച്ചേക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനോരമയുടെ ഓൺലൈൻ വഴി പ്രചരിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല. ആ പ്രചരണത്തിൽ നിന്ന് മനോരമ പിൻവലിയേണ്ടതാണ്. ഏതായാലും ഫാക്ട് ചെക്ക് നടത്തിയിട്ട് അവർ കണ്ടെത്തിയതാണ്. ഫാക്ട് ചെക്ക് നടന്ന മെഷീൻ ഉണ്ട് അവിടെ. ജസ്ന പറയുന്ന വാക്കുകൾ അവിടെ എങ്ങനെയാണ്, അത് ഹൈന്ദവ വിരുദ്ധമാണോ, അല്ലെങ്കിൽ കൃഷ്ണനെ സാധനമെന്ന് വിളിച്ചാൽ അതിൽ ഹൈന്ദവ വിരുദ്ധതയില്ല, അത് ആചാരങ്ങളെ അല്ലെങ്കിൽ കൃഷ്ണനെ അപമാനിക്കുന്നതിന് തുല്യമല്ല എന്ന് കണ്ടെത്തിയ ആ മെഷീനാണ് മനോരമയുടെ നിർത്തിവെക്കേണ്ടത്. അത്തരത്തിലുള്ള മെഷീനുകൾ മനോരമ നിർത്തിവെക്കേണ്ടതാണ് അവരുടെ പ്രവർത്തനം. ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ട ഞാൻ ഒരു കടുത്ത ഈശ്വര വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്നും ഇന്നും എന്നും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഞാനൊരു വിശ്വാസിയാണ്. വളരെ കൃത്യമായി അതിലെനിക്ക് പറയുന്നതിന് ഒരു മടിയുമില്ല. എന്നാൽ മറ്റൊരു മതവികാരത്തെയും ഇന്ന് വരെ വ്രണപ്പെടുത്താത്ത വിശ്വാസി കൂടിയാണ് ഞാൻ. ആരുടെയെങ്കിലും ഏതെങ്കിലും മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുകയോ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിനെതിരെ സംസാരിക്കുകയോ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് എന്റെ വിശ്വാസത്തെ സംരക്ഷിക്കാനും എന്റെ വിശ്വാസത്തോടുള്ള എന്റെ ആ ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ എന്റെ ആ വിശ്വാസത്തെ സംരക്ഷിക്കാനുമുള്ള എന്റെ ശ്രമമാണ് ഇതിന്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നത് പോലെ അതിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താത്തതുപോലെ എന്റെ വിശ്വാസങ്ങളെ എനിക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നം എവിടെ നിന്നുണ്ടായാലും ഉറപ്പായും അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. ഏതായാലും ഈ വിഷയം ഞാൻ കൂടുതൽ സംസാരിക്കും. എനിക്ക് ഇത്തരത്തിൽ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഞാൻ പുറകെ നടന്ന് സംസാരിക്കുന്ന ഒരാളല്ല. ഞാൻ സാധാരണ പൊളിറ്റിക്സ് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുള്ളതും പൊളിറ്റിക്സ് തന്നെയാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഇടപെട്ടത് എനിക്കിതിലെ ഗുരുതരമായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതുകൊണ്ടും പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ കൃത്യമായ അന്വേഷണം നടത്തിയതുകൊണ്ടുമാണ്. ഒരു മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു വാർത്തയിലോ ഞാൻ പറയുന്ന ഒരു വാക്കിലോ എന്റെ വിശ്വാസ്യത ചോർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് കൂടി തന്നെ ഞാൻ ഏത് വിഷയത്തെയും വളരെ കൃത്യമായി പഠിച്ച ശേഷം മാത്രമേ ഞാൻ വാർത്തകൾ നൽകാറുള്ളൂ. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ, ഞാൻ പൊതുരംഗത്ത് വന്നൊരു കാര്യം പറയണമെങ്കിൽ അത് വളരെ കൃത്യമായി തന്നെ പഠിച്ച് അതിന്റെ കൃത്യമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തുകയുള്ളൂ. അതെങ്കിലും സാധാരണക്കാരായ ജനങ്ങൾ, എന്നെ അറിയാത്തവർക്ക് മനസ്സിലാകണം. ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ ഒന്നും എതിരെ അതായത് ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രാഡിക്ഷൻസ്, എന്റെ മലയാളം എനിക്ക് കിട്ടുന്നില്ല, കോൺട്രാഡിക്ഷൻസ് ഉള്ള കാര്യങ്ങളല്ല ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ളതോ പറഞ്ഞിട്ടുള്ളതോ ആയ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ പറഞ്ഞ കാര്യത്തിലും എനിക്ക് വ്യക്തതയുള്ളത് കൊണ്ടാണ്. ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ആർക്ക് മുന്നിലും ഏത് മാധ്യമങ്ങൾക്ക് മുന്നിലും നിങ്ങൾക്ക് അതിന്റെ FIR ഡീറ്റെയിൽസ് തരാം, നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ ഒന്നും വേണ്ടതേ, നിങ്ങളെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് ഇവരെ കുറിച്ചൊന്ന് അന്വേഷിക്കൂ എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാണ്. അപ്പൊ ചിലർ പറയും അവരുടെ പൂർവ്വകാലമല്ലെന്നേ. അവർ കഴിഞ്ഞ ഒരു 3 മാസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിലൊരു കേസ് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരിപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ മുകേഷിന്റേത് അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോ ആ കേസിലെ പരാതിക്കാരി വന്ന് പറയുന്ന കേട്ടില്ലേ, എന്നെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചിട്ടും 25,000 രൂപ തരാത്ത ദുഷ്ടനാണെന്ന്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ പല സ്ഥലത്തേക്കും കടന്നു കയറുന്നത് കൊണ്ട്, പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് നിങ്ങളോടൊക്കെ ആദ്യഘട്ടത്തിൽ ഇത് പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത്. അത് പറഞ്ഞ ശേഷം പിന്നീട് അവർ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്നത് വളരെ കൃത്യമായി തന്നെ ഇവരുടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സ്ത്രീക്ക് ഒരു കാരണവശാലും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അവരുടെ പിറകിൽ ഒരു വലിയ PR ഏജൻസി അടക്കമുള്ളവ, അവരുടെ പിറകിൽ വളരെ കൃത്യമായി അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം. ചിലരൊക്കെ പറയും അവരൊരു പാവ സ്ത്രീയല്ലേ, അവരുടെ സംസാരം കേട്ടാൽ അറിയില്ലേ എന്ന്. ഏത് സ്ത്രീകളാണ് സമൂഹത്തിന് മുന്നിൽ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, ഏത് സ്ത്രീയാണ് സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ വളരെ പാവമാണ് എന്ന് കാണിച്ചിട്ട് അതിനുശേഷം അവർ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് കാണിച്ചിട്ടുള്ള നിരവധി സ്ത്രീകളെ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് അങ്ങനത്തെ, ഞാൻ ചോദിക്കട്ടെ, എത്ര സ്വീറ്റായി സംസാരിക്കുന്ന സ്ത്രീകളാണ് അവരെല്ലാം.
ഈ സ്ത്രീകൾ സ്വീറ്റായി സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർ നല്ലവരാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു, അതായത് അതൊരു കേരളത്തിലെ പുരുഷന്റെയും കേരളത്തിലെ സ്ത്രീകളുടെയും ഒക്കെ ഒരു ആവറേജ് മനസ്ഥിതിയാണ്. സ്ത്രീകൾ വളരെ സ്വീറ്റായി സംസാരിച്ചാൽ അവരൊക്കെ നല്ലവരും, കൃത്യം കാര്യം പറയുന്നവർ എന്തോ കുഴപ്പക്കാരുമാണ് എന്ന ധാരണയാണ് കേരളത്തിലെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കുമൊക്കെ ഇന്നുമുള്ളത്. അതിന്റെ ഫലമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഫ്രോഡുകൾ വന്ന് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് കൂടുതൽ വിശ്വാസ്യത കിട്ടുകയോ അല്ലെങ്കിൽ ഒന്ന് കരയുകയോ ഒന്ന് ഏതെങ്കിലും തരത്തിലൊന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കൊഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യുന്നവരൊക്കെ പാവങ്ങളാണെന്ന് ധരിച്ചു വെക്കുന്നത്. അതൊക്കെ മാറ്റാനുള്ള കാലം കഴിഞ്ഞില്ലേ? കാലം ഒത്തിരി മുന്നോട്ട് പോയി. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കണം. ഈ സമൂഹത്തിൽ വന്നിട്ടുള്ള സോളാർ തട്ടിപ്പുകാരിയൊക്കെ എത്ര സ്വീറ്റായി സംസാരിക്കുന്ന ആൾക്കാരാ. അവരോടൊക്കെ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയം തോന്നും, അവരൊക്കെയാണോ ഈ തട്ടിപ്പ് നടത്തിയതെന്ന്. അത്തരത്തിൽ ഈ സ്വീറ്റായി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന സ്ത്രീകളെയൊക്കെ 90% എല്ലാവരെയും കൂട്ടത്തിൽപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ എങ്കിലും ഇത്തരത്തിലുള്ളവർക്ക് അവരുടേതായ അവർക്ക് പല കാര്യങ്ങളും നടത്തിയെടുക്കേണ്ടതുള്ളത് കൊണ്ടാണ് അവർ സ്വീറ്റായി സംസാരിക്കുന്നത്. നമുക്കൊന്നും നടത്തിയെടുക്കാനില്ലെന്നേ. പ്രത്യേകിച്ച് ഒരു കാര്യം ആരിൽ നിന്നും നടത്തിയെടുക്കാനില്ലാത്തത് കൊണ്ടാണ് കൃത്യമായ കാര്യം പറയുന്നത്. ഇനി അതുമൂലം ഉണ്ടാകുന്ന നഷ്ടമായി തന്നെ നിന്നോട്ടെ, അത് നേട്ടമാണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ കൃത്യം കാര്യം പറയുന്നത്, അല്ലാതെ ക്രിമിനലിസം ഉള്ളിലുണ്ടായിട്ടല്ല. ഈ പെണ്ണുമ്പിള്ള എന്ത് മാങ്ങയാണ് പറയുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പുരുഷന്റെ ഒരു മനോവൈകൃതമുള്ള പുരുഷന്റെ ഒരു സ്വഭാവം അത്. സ്ത്രീകള് എന്തെങ്കിലും കാര്യം വന്ന് പറഞ്ഞാൽ ഈ പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോകുന്നു. നിന്റെ വീട്ടിലുണ്ട് ഒരുപാട് പെണ്ണുമ്പിള്ളമാരുണ്ടാവും, അമ്മയും ഉണ്ടാവും, സ്ത്രീ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും ഇവിടെ നിന്നും മിണ്ടാതെ പോവുകയോ സംസാരിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. മനോവൈകൃതമുള്ള ജോസഫ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചിലരുണ്ട്. ഈ സ്ത്രീ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിണങ്ങി ഇനി നമ്മൾ മിണ്ടാതെ നമ്മുടെ വാചകങ്ങളെയൊക്കെ അങ്ങ് റദ്ദ് ചെയ്ത് കളയാമെന്നാണ് ധാരണ. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം അത്. നമ്മൾ പൊളിറ്റിക്സ് പറയുമ്പോഴും വന്ന് പറയുന്ന അതാണ്, ഈ പെണ്ണുമ്പിള്ള എന്താണ് പറയുന്നത്, ഇവരെന്താണ് പറയുന്നത് എന്നൊക്കെയാണ് ചോദ്യം. ഏതായാലും ഈ വിഷയത്തിൽ ഇത്ര വൈകാരികമായി പ്രതികരിക്കേണ്ടി വന്നത് എനിക്ക് അത്രയധികം സങ്കടം മനോരമയുടെ വാർത്ത വന്നപ്പോ കണ്ടപ്പോ തോന്നി. കാരണം അത് ഞാനൊരു ജേർണലിസ്റ്റിന്റെ സെൻസിൽ നോക്കിയാൽ പോലും അതൊരു ശരിയായ പ്രവണതയല്ല. അത്തരം ഒരു വാർത്ത നൽകുമ്പോൾ എല്ലാ വിഭാഗക്കാരെയും ശ്രദ്ധിക്കേണ്ട ഒരു ചുമതല ഇത്തരം ഒരു മാധ്യമ സ്ഥാപനത്തിനുണ്ട്. എല്ലാ വിഭാഗക്കാരെയും ഒന്ന് പരിഗണിക്കേണ്ട ചുമതല. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു പക്ഷേ സൈഡ് നിന്നില്ലെങ്കിലും ഒന്ന് എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്, ജേർണലിസ്റ്റുകൾ എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ഒരു ആവറേജ് ധാരണ നമുക്കുണ്ടാവണം. ആ ധാരണ എനിക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള കൃത്യമായ രാഷ്ട്രീയം ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരിക്കലും കണ്ണടച്ച് ഒരു വിഷയത്തെ ഒരു കൃത്യമായ രീതിയിൽ വന്ന് പറയുകയല്ലാതെ ഒരു കണ്ണടച്ചുകൊണ്ട് ഒരു രീതിയിലേക്ക് അല്ലെ ആർക്കെങ്കിലും ഒരാൾക്ക് സൈഡ് ചെയ്തു നിന്നുകൊണ്ട് ഒരിക്കലും ഒരു വാർത്ത ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് എന്റെ മാധ്യമധർമ്മം അതിൽ പലപ്പോഴും BJP-ക്കാരൊക്കെ എന്നോട് ചിലപ്പോ ഒക്കെ എതിരഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഞാൻ BJP അനുഭാവിയായിട്ട് കൂടി എന്തുകൊണ്ടാണ് അത്തരത്തിൽ വാർത്ത ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും മാധ്യമധർമ്മം എന്ന് പറയുന്നത് അതല്ല എന്നത് ഞാൻ പഠിച്ചിട്ടുണ്ട്. മാധ്യമധർമ്മം എന്താണ് എന്നത് പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത ഒരാളായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു താങ്കൾക്ക് മനസ്സിലാകാത്തതിന് അവരെന്ത് പിഴച്ചു എന്ന് ഇഷ്ടംപോലെ ആൾക്കാരെ വിട്ടിട്ടുണ്ട്. അപ്പോ ആ മാധ്യമധർമ്മം എനിക്ക് ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു നിലപാട് ഒരിക്കലും എടുക്കാത്തത്. ഏതായാലും അവരുടെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് സംസാരിക്കാൻ. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നിയമപരമായി തന്നെ അതിന് മുമ്പോട്ട് പോവുകയും ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ കാണാം.